ശാന്തി 15/8/25. പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, അതിരാവിലെ എഴുന്നേറ്റ് ഈ ചിന്തനം നടത്തൂ. ഞാൻ ഇത്രയും ചെറിയ ആത്മാവ് എത്ര വലിയ ശരീരത്തെയാണ് നടത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മാവായ എന്നിൽ അവിനാശി പാർട്ട് അടങ്ങിയിരിക്കുന്നു. ചോദ്യം: ശിവ ബാബയ്ക്ക് ഏതൊരു പ്രാക്ടീസ് ഉണ്ട്, ഏതൊന്നാണ് ഇല്ലാത്തത്? ഉത്തരം: ആത്മാവിനെ ജ്ഞാനരത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നതിൻ്റെ പ്രാക്ടീസ് ശിവബാബയ്ക്ക് ഉണ്ട്. ബാക്കി ശരീരത്തെ അലങ്കരിക്കുന്നതിൻ്റെ പ്രാക്ടീസ് ബാബയ്ക്കില്ല. കാരണം ബാബ പറയുന്നു, എനിക്കാണെങ്കിൽ സ്വന്തം ശരീരമേ ഇല്ല. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തെ വാടകയ്ക്ക് എടുക്കുകയാണ്. അതിനാൽ ഈ ശരീരത്തിൻ്റെ അലങ്കാരം ഈ ആത്മാവ് സ്വയം ചെയ്യുന്നു, ഞാൻ ചെയ്യുന്നില്ല. ഞാനാകട്ടെ സദാ അശരീരിയാണ്. ഗീതം: ലോകം മാറിയാലും നമ്മൾ മാറിപ്പോവുകയില്ല. ഓം ശാന്തി. കുട്ടികൾ ഈ ഗീതം കേട്ടു. ആരാണ് കേട്ടത്? ആത്മാവാണ് ഈ ശരീരത്തിൻ്റെ കാതുകളിലൂടെ കേട്ടത്. കുട്ടികൾക്കും ഇത് മനസ്സിലായി കഴിഞ്ഞു. ആത്മാവ് എത്ര ചെറുതാണ്. ആ ആത്മാവ് ഈ ശരീരത്തിൽ ഇല്ലെങ്കിൽ ശരീരം ഒരു ഉപയോഗവുമില്ലാത്തതാണ്. എത്ര ചെറിയ ആത്മാവിൻ്റെ ആധാരത്തിലാണ് ഈ എത്ര വലിയ ശരീരം പ്രവർത്തിക്കുന്നത്. ലോകത്തിൽ ആർക്കും തന്നെ അറിയില്ല ആത്മാവ് എന്ത് വസ്തുവാണ്. അത് ഈ രഥത്തിൽ വിരാജിക്കുന്നു. അകാലമൂർത്തിയായ ആത്മാവിൻ്റെ സിംഹാസനമാണ് ഇത്. കുട്ടികൾക്കും ഈ ജ്ഞാനം ലഭിക്കുന്നു. എത്ര രമണീയവും രഹസ്യയുക്തവുമാണ്. ഇങ്ങനെയുള്ള ഏതെങ്കിലും രഹസ്യയുക്തമായ കാര്യം കേൾക്കുമ്പോൾ ചിന്തനം നടക്കുന്നു. കുട്ടികളായ നിങ്ങൾക്കും ഈ ചിന്തനം നടക്കുന്നു. ഇത്രയും ചെറിയ ആത്മാവാണ് ഇത്രയും വലിയ ശരീരത്തിൽ ഉള്ളത്. ആത്മാവിൽ 84 ജന്മങ്ങളുടെ പാർട്ട് അടങ്ങിയിട്ടുണ്ട്. ശരീരമാണെങ്കിൽ വിനാശമാകുന്നു, ബാക്കി ആത്മാവ് അവശേഷിക്കുന്നു. ഇത് വളരെയധികം ചിന്തിക്കേണ്ട കാര്യമാണ്. രാവിലെ എഴുന്നേറ്റ് ഇത് ചിന്തിക്കേണ്ടതാണ്. കുട്ടികൾക്ക് സ്മൃതി വന്നു കഴിഞ്ഞു. ആത്മാവ് എത്ര ചെറുതാണ്. അതിന് അവിനാശിയായ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ആത്മാവ് എത്ര വണ്ടർഫുള്ളാണ്. ഇത് പുതിയ ജ്ഞാനമാണ്. അത് ലോകത്തിൽ ആർക്കും തന്നെയില്ല. ബാബ തന്നെയാണ് വന്ന് പറഞ്ഞു തരുന്നത്. അത് സ്മരിക്കേണ്ടതുണ്ട്. നമ്മൾ എത്ര ചെറിയ ആത്മാവ് എങ്ങനെയാണ് പാർട്ട് അഭിനയിക്കുന്നത്. ശരീരം 5 തത്വങ്ങളാൽ നിർമ്മിച്ചതാണ്. ബാബയ്ക്ക് അറിയാൻ കഴിയുന്നില്ല ശിവബാബയുടെ ആത്മാവ് എങ്ങനെയാണ് വരികയും പോവുകയും ചെയ്യുന്നത് എന്ന്. സദാ ഇതിൽ ഇരിക്കുന്നു എന്നല്ല. അപ്പോൾ ഇത് ചിന്തിക്കേണ്ടതുണ്ട്. ഒരിക്കലും ആർക്കും ലഭിക്കാൻ കഴിയാത്ത ജ്ഞാനമാണ് കുട്ടികളായ നിങ്ങൾക്ക് ബാബ നൽകുന്നത്. നിങ്ങൾക്കറിയാം, തീർച്ചയായും ഈ ജ്ഞാനം ഇദ്ദേഹത്തിൻ്റെ ആത്മാവിൽ ഉണ്ടായിരുന്നില്ല. മറ്റ് സത്സംഗങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ചിന്തയും ആർക്കും ഉണ്ടായിരിക്കുന്നില്ല. ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും അംശം പോലും ജ്ഞാനമില്ല. ഏതെങ്കിലും സാധു സന്യാസിമാരോ മറ്റോ ഇത് മനസ്സിലാക്കുന്നില്ല. ഞാൻ ആത്മാവാണ് ശരീരത്തിലൂടെ ഇവർക്ക് മന്ത്രം നൽകുന്നത്. ആത്മാവ് ശരീരത്തിലൂടെ ശാസ്ത്രങ്ങൾ പഠിക്കുന്നു എന്നത്. ഒരു മനുഷ്യൻ പോലും ആത്മാഭിമാനിയല്ല. ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം ആർക്കും തന്നെയില്ല. എങ്കിൽ പിന്നെ ബാബയെക്കുറിച്ചുള്ള ജ്ഞാനം എങ്ങനെ ഉണ്ടാകും? കുട്ടികളായ നിങ്ങൾക്കറിയാം, ആത്മാക്കളായ നമ്മളെ ബാബ മധുരമധുരമായ കുട്ടികളെ എന്ന് പറയുന്നു. നിങ്ങൾ എത്ര വിവേകശാലികളായിരിക്കുന്നു. ഈ ശരീരത്തിലുള്ള ആത്മാവിനെ പരംപിത പരമാത്മാവിരുന്ന് പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനുമില്ല. എത്ര മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ എന്നിട്ടും
ജോലിക്കോ മറ്റോ പോകുമ്പോൾ മറന്നു പോകുന്നു. ആദ്യം ബാബ ആത്മാവിൻ്റെ ജ്ഞാനം നൽകുന്നു. അത് ഒരു മനുഷ്യനും ഉണ്ടായിരിക്കുന്നില്ല. മഹിമയുമുണ്ടല്ലോ. ആത്മാക്കളും പരമാത്മാവും വളരെ കാലം വേർപിരിഞ്ഞിരുന്നു എന്ന് കണക്കുണ്ടല്ലോ. കുട്ടികളായ നിങ്ങൾക്കറിയാം, ആത്മാവ് തന്നെയാണ് ശരീരത്തിലൂടെ സംസാരിക്കുന്നത്. ആത്മാവ് തന്നെയാണ് ശരീരത്തിലൂടെ നല്ലതോ മോശമോ ആയ കർമ്മം ചെയ്യുന്നത്. ബാബ വന്ന് ആത്മാക്കളെ എത്ര പുഷ്പമാക്കി മാറ്റുന്നു. ഏറ്റവും ആദ്യം ബാബ പറയുന്നു, അതിരാവിലെ എഴുന്നേറ്റ് ഈ പ്രാക്ടീസ് ചെയ്യൂ അഥവാ ചിന്തിക്കൂ. ആത്മാവ് എന്താണ്? അതാണ് ഈ ശരീരത്തിലൂടെ കേൾക്കുന്നത്. ആത്മാവിൻ്റെ പിതാവ് പരംപിത പരമാത്മാവാണ്. ആ ഒന്നിനെ പതീത പാവനൻ എന്നും ജ്ഞാനത്തിൻ്റെ സാഗരം എന്നും പറയുന്നു. പിന്നെ ഏതെങ്കിലും മനുഷ്യനെ സുഖത്തിൻ്റെ സാഗരമെന്നോ ശാന്തിയുടെ സാഗരമെന്നോ എങ്ങനെ പറയാൻ സാധിക്കും? ലക്ഷ്മി നാരായണന്മാരെ സദാ പവിത്രതയുടെ സാഗരം എന്ന് പറയുമോ? ഇല്ല. ഒരേ ഒരു ബാബ തന്നെയാണ് സദാ പവിത്രതയുടെ സാഗരം. മനുഷ്യരാണെങ്കിൽ കേവലം ഭക്തി മാർഗത്തിലെ ശാസ്ത്രങ്ങൾ ഇരുന്ന് വർണ്ണിക്കുന്നു. പ്രാക്ടിക്കൽ അനുഭവം ഇല്ല. ഞാൻ ആത്മാവ് ഈ ശരീരത്തിലൂടെ ബാബയുടെ മഹിമ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കില്ല. ആ ഒന്ന് നമ്മുടെ വളരെ മധുരമായ ബാബയാണ്. ആ ഒന്ന് സുഖം നൽകുന്നവനാണ്. ബാബ പറയുന്നു, ഹേ ആത്മാക്കളെ, ഇപ്പോൾ എൻ്റെ മതമനുസരിച്ച് നടക്കൂ. ഈ അവിനാശിയായ ആത്മാവിന് അവിനാശിയായ ബാബയിലൂടെ അവിനാശിയായ മതം ലഭിക്കുന്നു. ആ വിനാശി ശരീരധാരികൾക്ക് വിനാശി ശരീരധാരികളുടെ മതമാണ് ലഭിക്കുന്നത്. സത്യയുഗത്തിലാകട്ടെ നിങ്ങൾ ഇവിടെ ഉള്ളതിൻ്റെ പ്രാപ്തിയാണ് നേടുന്നത്. അവിടെ ഒരിക്കലും തലകീഴായ മതം ലഭിക്കുന്നതേയില്ല. ഇപ്പോഴുള്ള ശ്രീമത്താണ് അവിനാശിയായി മാറുന്നത്. അത് പകുതി കൽപ്പം തുടരുന്നു. ഇത് പുതിയ ജ്ഞാനമാണ്. ഇതിനെ ഗ്രഹിക്കുന്നതിനു വേണ്ടി എത്ര ബുദ്ധി ആവശ്യമാണ്? പ്രവൃത്തിയിലും വരേണ്ടതാണ്. ആര് ആരംഭം മുതൽ വളരെയധികം ഭക്തി ചെയ്തിട്ടുണ്ടാകുമോ അവർക്ക് തന്നെയാണ് നല്ല രീതിയിൽ ധാരണ ചെയ്യുവാൻ സാധിക്കുന്നത്. ഇത് മനസ്സിലാക്കേണ്ടതാണ്. അഥവാ നമ്മുടെ ബുദ്ധിയിൽ ശരിയായ രീതിയിൽ ധാരണ ഉണ്ടാകുന്നില്ല എങ്കിൽ തീർച്ചയായും തുടക്കം മുതൽ നമ്മൾ ഭക്തി ചെയ്തിട്ടുണ്ടാകില്ല. ബാബ പറയുന്നു, ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല എങ്കിൽ ബാബയോട് ചോദിക്കൂ. കാരണം ബാബ അവിനാശി സർജനാണ്. ആ ഒന്നിനെ സുപ്രീം സോൾ എന്നും പറയുന്നു. ആത്മാവ് പവിത്രമാകുമ്പോൾ അതിന് മഹിമയുണ്ടാകുന്നു. ആത്മാവിന് മഹിമയുള്ളപ്പോൾ ശരീരത്തിനും മഹിമയുണ്ടാകുന്നു. ആത്മാവ് തമോ പ്രധാനമാണ് എങ്കിൽ ശരീരത്തിനും മഹിമയില്ല. ഈ സമയം കുട്ടികളായ നിങ്ങൾക്ക് വളരെയധികം ഗുഹ്യ ബുദ്ധി ലഭിക്കുന്നു. ആത്മാവിനാണ് ലഭിക്കുന്നത്. ആത്മാവിന് എത്ര മധുരമാകേണ്ടത് ആവശ്യമാണ്. സർവർക്കും സുഖം നൽകേണ്ടതാണ്. ബാബ എത്ര മധുരമാണ്. ആത്മാക്കളെയും വളരെ മധുരമാക്കി മാറ്റുന്നു. ആത്മാവ് അനുചിതമായ ഒരു കാര്യവും ചെയ്യരുത്. ഈ പ്രാക്ടീസ് ചെയ്യണം. പരിശോധിക്കണം, എന്നിൽ നിന്നും ഏതെങ്കിലും ഉചിതമല്ലാത്ത കാര്യം ഉണ്ടാകുന്നു. ശിവ് ബാബ എപ്പോഴെങ്കിലും ഉചിതമല്ലാത്ത കാര്യം ചെയ്യുമോ? ഇല്ല. ആ ഒന്ന് വരുന്നത് തന്നെ ഉത്തമത്തിലും ഉത്തമമായ മംഗളകാരിയായ കാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ്. സർവർക്കും സദ്ഗതി നൽകുന്നു. അപ്പോൾ ബാബ ഏതൊരു കർത്തവ്യമാണോ ചെയ്യുന്നത്, കുട്ടികളും അങ്ങനെയുള്ള കർത്തവ്യം ചെയ്യേണ്ടതാണ്. ഇതും മനസ്സിലാക്കിച്ചു തന്നു. ആരാണോ ആരംഭം മുതൽ വളരെയധികം ഭക്തി ചെയ്തത് അവരുടെ ബുദ്ധിയിൽ തന്നെയാണ് ഈ ജ്ഞാനം നിലനിൽക്കുന്നത്. ഇപ്പോഴും ദേവതമാരുടെ അനേകം ഭക്തരുണ്ട്. തൻ്റെ ശിരസ് നൽകുന്നതിന് പോലും തയ്യാറായിരിക്കുന്നു. വളരെയധികം ഭക്തി ചെയ്യുന്നവരുടെ പിന്നാലെ ഭക്തി കുറവായി ചെയ്തവർ തൂങ്ങിക്കിടക്കുന്നു. അവരുടെ മഹിമകൾ പാടുന്നു.
അവരുടേതാകട്ടെ സ്ഥൂലമായി എല്ലാം കാണുവാൻ കഴിയുന്നു. ഇവിടെ നിങ്ങൾ ഗുപ്തമാണ്. നിങ്ങളുടെ ബുദ്ധിയിൽ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ മുഴുവൻ ജ്ഞാനവും ഉണ്ട്. ഇതും കുട്ടികൾക്കറിയാം. ബാബ നമ്മെ പഠിപ്പിക്കുവാൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും നമ്മൾ വീട്ടിലേക്ക് പോകും. എവിടെ നിന്നുമാണോ സർവ ആത്മാക്കളും വരുന്നത്, അത് നമ്മുടെ വീടാണ്. അവിടെ ശരീരം തന്നെയില്ല. അപ്പോൾ ശബ്ദം എങ്ങനെ ഉണ്ടാകും? ആത്മാവില്ലാതെ ശരീരം ജഡമായി പോകുന്നു. മനുഷ്യർക്ക് ശരീരത്തിൽ എത്ര മോഹമാണ് ഉണ്ടായിരിക്കുന്നത്. ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെട്ടു പോയെങ്കിൽ ബാക്കിയുള്ളത് 5 തത്വങ്ങളാണ്. അതിനോട് പോലും എത്ര സ്നേഹമാണ് ഉണ്ടായിരിക്കുന്നത്. സ്ത്രീ പതിയുടെ ചിതയിൽ കയറുവാൻ തയ്യാറാകുന്നു. ശരീരത്തിൽ എത്ര മോഹമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, മുഴുവൻ പഴയ ലോകത്തോടും നഷ്ടോമോഹ ആകണം. ഈ ശരീരമാണെങ്കിൽ ഇല്ലാതാകണം. അപ്പോൾ അതിനോടുള്ള മോഹം മാറേണ്ടതാണല്ലോ. പക്ഷേ വളരെയധികം മോഹം ഉണ്ടായിരിക്കുന്നു. ബ്രാഹ്മണരെ കഴിപ്പിക്കുന്നു, ഇന്നാളുടെ ശ്രാദ്ധമാണ് എന്ന് ഓർമ്മിക്കുന്നുവല്ലോ. അതിന് ഭക്ഷിക്കുവാനൊന്നും സാധിക്കുന്നില്ല. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം വേറിടേണ്ടതാണ്. ഡ്രാമയിൽ ഓരോരുത്തരും തൻ്റെതായ പാർട്ട് അഭിനയിക്കുന്നു. ഈ സമയം നിങ്ങൾക്ക് ജ്ഞാനമുണ്ട്. നമുക്ക് നഷ്ടോമോഹ ആകണം. മോഹജീത് രാജാവിൻ്റെയും കഥയുണ്ടല്ലോ. മറ്റാരും മോഹജീത് രാജാവ് ആകുന്നില്ല. ഈ കഥകളെല്ലാം ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അവിടെ അകാല മൃത്യു ഉണ്ടായിരിക്കുന്നില്ല. അപ്പോൾ ചോദിക്കേണ്ട കാര്യവും ഉണ്ടായിരിക്കുന്നില്ല. ഈ സമയം നിങ്ങളെ മോഹജീത്താക്കി മാറ്റുന്നു. സ്വർഗത്തിൽ മോഹജീത്തായ രാജാക്കന്മാർ ആയിരുന്നു. യഥാ രാജാ റാണി തഥാ പ്രജ, അങ്ങനെ തന്നെയാണ്. അതാകട്ടെ നഷ്ടോമോഹയുടെ രാജധാനിയാണ്. രാവണ രാജ്യത്തിലാണ് മോഹം ഉണ്ടായിരിക്കുന്നത്. അവിടെയാണെങ്കിൽ വികാരങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല. രാവണ രാജ്യമേ ഇല്ല. രാവണന്റെ രാജ്യം മാറിപ്പോകുന്നു. രാമരാജ്യത്തിൽ എന്താണ് ഉണ്ടായിരിക്കുന്നത്? ഒന്നും അറിയില്ല. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ഈ കാര്യങ്ങൾ പറഞ്ഞു തരുവാൻ സാധിക്കില്ല. ബാബ ഈ ശരീരത്തിൽ ആയിരിക്കുമ്പോഴും ദേഹി അഭിമാനിയാണ്. ലോണായി അഥവാ വാടകയ്ക്ക് കെട്ടിടം എടുക്കുമ്പോൾ അതിൽ മോഹം ഉണ്ടായിരിക്കും. കെട്ടിടത്തെ നല്ല രീതിയിൽ ഫർണിഷ് ചെയ്യുന്നു. ഈ ഒന്നിനാണെങ്കിൽ ഫർണിഷ് ചെയ്യേണ്ടതില്ല. കാരണം ബാബ അശരീരിയാണല്ലോ. ഈ ഒന്നിന് ഏതെങ്കിലും അലങ്കാരമോ മറ്റോ ചെയ്യുന്നതിൻ്റെ പ്രാക്ടീസ് ഇല്ല. ഈ ഒന്നിന് അവിനാശി ജ്ഞാനരത്നങ്ങൾ കൊണ്ട് കുട്ടികളെ അലങ്കരിക്കുന്നതിൻ്റെ പ്രാക്ടീസാണുള്ളത്. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നു. ശരീരമാണെങ്കിൽ അപവിത്രം തന്നെയാണ്. ഇതിന് എപ്പോഴാണോ മറ്റൊരു പുതിയ ശരീരം ലഭിക്കുന്നത് അപ്പോൾ പവിത്രമായിരിക്കും. ഈ സമയത്താകട്ടെ ഇത് പഴയ ലോകമാണ്. ഇത് ഇല്ലാതാകേണ്ടതുണ്ട്. ഇതും ലോകത്തിൽ ആർക്കും തന്നെ അറിയില്ല. പതുക്കെ പതുക്കെ മനസ്സിലാകും. പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയും പഴയ ലോകത്തിൻ്റെ വിനാശവും ഇത് ബാബയുടെ തന്നെ കാര്യമാണ്. ബാബ തന്നെ വന്ന് ബ്രഹ്മാവിലൂടെ പ്രജകളെ രചിച്ച് പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പുതിയ ലോകത്താണോ? അല്ല, പുതിയ ലോകം സ്ഥാപിതമാകുന്നു. ബ്രാഹ്മണരുടെ കുടുമിയും ഉയർന്നതാണ്. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ബാബയുടെ മുന്നിൽ വരുമ്പോൾ ആദ്യം ഇത് ഓർമ്മിക്കണം. നമ്മൾ ഈശ്വരനാകുന്ന ബാബയുടെ സന്മുഖത്താണ് പോകുന്നത്. ശിവ് ബാബയാകട്ടെ നിരാകാരമാണ്. ആ ഒന്നിൻ്റെ സന്മുഖത്ത് നമ്മൾ എങ്ങനെ പോകും? അതിനാൽ ആ ബാബയെ ഓർമ്മിച്ച് പിന്നെ ബാബയുടെ മുന്നിൽ വരണം. നിങ്ങൾക്കറിയാം, ആ ഒന്ന് ഇദ്ദേഹത്തിൽ ഇരിക്കുകയാണ്.
ഈ ശരീരം പതീതമാണ്. ശിവബാബയുടെ ഓർമ്മയിൽ ഇരിക്കാതെ ഏതെങ്കിലും കാര്യം ചെയ്യുന്നുവെങ്കിൽ പാപമുണ്ടാകുന്നു. നമ്മൾ ശിവബാബയുടെ അടുക്കിലേക്ക് പോകുന്നു. പിന്നെ അടുത്ത ജന്മത്തിൽ മറ്റു സംബന്ധികളായിരിക്കും. അവിടെ ദേവതമാരുടെ മടിത്തട്ടിലേക്ക് പോകും. ഈ ഈശ്വരീയ മടിത്തട്ട് ഒരേ ഒരു പ്രാവശ്യമാണ് ലഭിക്കുന്നത്. മുഖത്തിലൂടെ പറയുന്നു, ബാബ, നമ്മൾ അങ്ങയുടേതായി കഴിഞ്ഞു. ഒരിക്കലും കണ്ടിട്ട് പോലുമില്ലാത്ത ധാരാളം പേരുണ്ട്. പുറത്ത് കഴിയുന്നു. എഴുതുന്നു, ശിവബാബ, നമ്മൾ അങ്ങയുടെ മടിത്തട്ടിലെ കുട്ടികളായി കഴിഞ്ഞു. ബുദ്ധിയിൽ ജ്ഞാനമുണ്ട്. ആത്മാവ് പറയുന്നു, നമ്മൾ ശിവബാബയുടേതായി കഴിഞ്ഞു. ഇതിനു മുമ്പ് നമ്മൾ പതീതരുടെ മടിത്തട്ടിലേതായിരുന്നു. ഭാവിയിൽ പവിത്ര ദേവതമാരുടെ മടിയിലേക്ക് പോകും. ഈ ജന്മം ദുർലഭമാണ്. നിങ്ങൾ ഇവിടെ സംഗമയുഗത്തിൽ വജ്രതുല്യമാകുന്നു. സംഗമയുഗം എന്നത് ആ ജലത്തിൻ്റെ സാഗരത്തെയും നദിയെയും കുറിച്ചല്ല പറയുന്നത്. രാപകലിൻ്റെ വ്യത്യാസമുണ്ട്. ബ്രഹ്മപുത്ര വലുതിലും വലിയ നദിയാണ്. അത് സാഗരത്തിൽ ചേരുന്നു. നദികൾ പോയി സാഗരത്തിൽ പതിക്കുന്നു. നിങ്ങളും സാഗരത്തിൽ നിന്നും പുറപ്പെട്ട ജ്ഞാന നദികളാണ്. ജ്ഞാനസാഗരം ശിവബാബയാണ്. വലുതിലും വലിയ നദിയാണ് ബ്രഹ്മപുത്ര. ഇദ്ദേഹത്തിൻ്റെ നാമം ബ്രഹ്മാവ് എന്നാണ്. സാഗരവുമായി ഇദ്ദേഹത്തിന് എത്ര മേളയാണുള്ളത്. നിങ്ങൾക്കറിയാം നദികൾ എവിടെ നിന്നും വരുന്നു എന്ന്. സാഗരത്തിൽ നിന്നുമാണ് വരുന്നത്. പിന്നീട് സാഗരത്തിൽ പതിക്കുന്നു. സാഗരത്തിൽ നിന്നും മധുരമായ ജലം വലിച്ചെടുക്കുന്നു. സാഗരത്തിൻ്റെ കുട്ടികൾ പിന്നെ സാഗരത്തിൽ പോയി ചേരുന്നു. നിങ്ങളും ജ്ഞാനസാഗരത്തിൽ നിന്നും പുറപ്പെട്ടതാണ്. പിന്നെ എല്ലാവരും അവിടേക്ക് പോകും. എവിടെയാണോ ആ ഒന്ന് നിവസിക്കുന്നത് അവിടെ നിങ്ങൾ ആത്മാക്കളും നിവസിക്കുന്നു. ജ്ഞാനസാഗരം വന്ന് നിങ്ങളെ പവിത്രവും മധുരവുമാക്കി മാറ്റുന്നു. ഉപ്പുരസമായി കഴിഞ്ഞ ആത്മാവിനെ മധുരമാക്കി മാറ്റുന്നു. 5 വികാരങ്ങളാകുന്ന മോശമായ ഉപ്പുരസം നിങ്ങളിൽ നിന്നും മാറുന്നു. അപ്പോൾ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമായി മാറുന്നു. ബാബ വളരെയധികം പുരുഷാർത്ഥം ചെയ്യിക്കുന്നു. നിങ്ങൾ എത്ര സദോ പ്രധാനമായിരുന്നു. സ്വർഗത്തിൽ കഴിഞ്ഞിരുന്നു. നിങ്ങൾ തീർത്തും മോശമായി കഴിഞ്ഞു. രാവണൻ നിങ്ങളെ എന്താക്കി മാറ്റിയിരിക്കുന്നു? വജ്രതുല്യമായ അമൂല്യ ജന്മം എന്ന് ഭാരതത്തിൽ തന്നെയാണ് മഹിമ ചെയ്യപ്പെടുന്നത്. ബാബ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ കവടികൾക്ക് പിന്നാലെ പോയി എന്തിന് പരിഭ്രാന്തരാകുന്നു? കവടികളും കൂടുതൽ ആവശ്യമില്ല. ദരിദ്രർ പെട്ടെന്ന് മനസ്സിലാക്കും. ധനികർ പറയുന്നു, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ തന്നെയാണ് സ്വർഗം. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഏതെല്ലാം മനുഷ്യരുണ്ടോ എല്ലാവരുടേതും ഈ സമയം കവടി തുല്യമായ ജന്മമാണ്. നമ്മളും ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ ബാബ നമ്മെ എന്താക്കി മാറ്റുന്നു? എയിം ഓബ്ജക്റ്റ് ഉണ്ടല്ലോ. നമ്മൾ നരനിൽ നിന്നും നാരായണൻ ആകുന്നു. ഭാരതം ഇപ്പോൾ കവടി പോലെ ദരിദ്രമാണല്ലോ. ഭാരതവാസികൾ സ്വയം അറിയുന്നില്ല. ഇവിടെ നിങ്ങൾ എത്ര സാധാരണമായ അബലകളാണ്. ഏതെങ്കിലും ഉയർന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് ഇവിടെ ഇരിക്കുവാനുള്ള മനസ്സ് വരികില്ല. എവിടെ വലിയ വലിയ വ്യക്തികളും സന്യാസിമാരും ഗുരുക്കന്മാരും മറ്റുമുണ്ടാകുമോ അവിടെയുള്ള വലിയ വലിയ സഭകളിലേക്ക് പോകും. ബാബയും പറയുന്നു, ഞാൻ ദരിദ്രരുടെ നാഥനാണ്. പറയുന്നു, ഭഗവാൻ ദരിദ്രരെ രക്ഷിക്കുന്നു എന്ന്. ഇപ്പോൾ നിങ്ങൾ അറിയുന്നു, നമ്മൾ എത്ര ധനികരായിരുന്നു, ഇപ്പോൾ വീണ്ടും ആകുന്നു. ബാബ എഴുതുന്നുമുണ്ട്, നിങ്ങൾ പദമാപദം പതി ആകുന്നു. അവിടെ ലഹളകളൊന്നും ഉണ്ടാകുന്നില്ല. ഇവിടെയാണെങ്കിൽ നോക്കൂ, ധനത്തിന് പിന്നാലെ എത്ര ലഹളയാണുള്ളത്, എത്ര കൈക്കൂലിയാണ് കിട്ടുന്നത്. ധനം മനുഷ്യർക്ക് വേണ്ടതാണല്ലോ.
കുട്ടികളായ നിങ്ങൾക്കറിയാം, ബാബ നമ്മുടെ ഖജനാവ് നിറച്ചു നൽകുന്നു. പകുതി കൽപ്പത്തേക്ക് എത്ര വേണമോ അത്രയും ധനം എടുത്തുകൊള്ളൂ. പക്ഷേ പുരുഷാർത്ഥം പൂർണ്ണമായും ചെയ്യൂ, അലംഭാവം കാണിക്കരുത്. ഫോളോ ഫാദർ എന്ന് പറയുന്നുവല്ലോ, ഫാദറിനെ ഫോളോ ചെയ്യൂ, എങ്കിൽ പോയി ഇതാകും. നരനിൽ നിന്നും നാരായണനും, നാരിയിൽ നിന്നും ലക്ഷ്മിയും. വളരെ വലിയ പരീക്ഷയാണ്. ഇതിൽ അല്പം പോലും അലംഭാവം കാണിക്കുവാൻ പാടില്ല. ബാബ ശ്രീമത് നൽകുന്നു, പിന്നെ അതനുസരിച്ച് നടക്കേണ്ടതുണ്ട്. നിയമവ്യവസ്ഥകൾ ലംഘിക്കുവാൻ പാടില്ല. ശ്രീമത്തിലൂടെ തന്നെയാണ് നിങ്ങൾ സ്ത്രീയായി മാറുന്നത്. ലക്ഷ്യം വളരെ വലുതാണ്. ദിവസവും തൻ്റെ കണക്ക് വയ്ക്കൂ. സമ്പാദ്യം നടത്തിയോ അതോ നഷ്ടം വരുത്തിയോ? ബാബയെ എത്ര ഓർമ്മിച്ചു? എത്ര പേർക്ക് വഴി പറഞ്ഞു കൊടുത്തു? അന്ധരുടെ ഊന്നുവഴി നിങ്ങളാണല്ലോ. നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം ലഭിക്കുന്നു. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഏതുപോലെ ബാബ മധുരമാണ്, അതേപോലെ മധുരമായി സർവർക്കും സുഖം നൽകണം. അനുചിതമായ ഒരു കാര്യവും ചെയ്യരുത്. അത്യുത്തമവും മംഗളത്തിൻ്റെതുമായ കാര്യം തന്നെ ചെയ്യണം. കൗടികൾക്ക് പിന്നാലെ പോയി പരിഭ്രാന്തരാകരുത്. പുരുഷാർത്ഥം ചെയ്ത് തൻ്റെ ജീവിതം വജ്രതുല്യമാക്കണം. അലംഭാവം കാണിക്കരുത്. വരദാനം: നിശ്ചയമാകുന്ന പാദത്തെ അചഞ്ചലമാക്കി വയ്ക്കുന്ന സദാ നിശ്ചയബുദ്ധിയും നിശ്ചിന്തവുമായി ഭവിക്കട്ടെ. ഏറ്റവും വലിയ രോഗമാണ് ചിന്ത. ഇതിൻ്റെ ഔഷധം ഡോക്ടേഴ്സിൻ്റെ പക്കൽ പോലും ഇല്ല. ചിന്തയുള്ളവർ എത്രത്തോളം പ്രാപ്തിയുടെ പിന്നാലെ ഓടുന്നുവോ അത്രയും തന്നെ പ്രാപ്തി മുന്നിൽ ഓടുന്നു. അതിനാൽ നിശ്ചയത്തിൻ്റെ പാദം സദാ അചഞ്ചലമായി ഇരിക്കട്ടെ. സദാ ഒരു ബലം, ഒരു വിശ്വാസം. ഈ പാദം അചഞ്ചലമാണെങ്കിൽ വിജയം നിശ്ചിതമാണ്. നിശ്ചിത വിജയി സദാ നിശ്ചിന്തം തന്നെയാണ്. മായ നിശ്ചയമാകുന്ന പാദത്തെ കുലുക്കുന്നതിനായി ഭിന്ന ഭിന്ന രൂപങ്ങളിൽ വരുന്നു. എന്നാൽ മായ കുലുങ്ങണം. താങ്കളുടെ നിശ്ചയമാകുന്ന പാദം കുലുങ്ങരുത്. അപ്പോൾ നിശ്ചിന്തമായിരിക്കുന്നതിൻ്റെ വരദാനം ലഭിക്കും. സ്ലോഗൻ: ഓരോരുത്തരുടെയും വിശേഷതയെ നോക്കിക്കൊണ്ടിരിക്കൂ, എങ്കിൽ വിശേഷ ആത്മാവായി മാറും. അവ്യക്ത സൂചന: സഹജയോഗി ആകണമെങ്കിൽ പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവിയാകൂ. ഗോപഗോപികമാരായ നിങ്ങളുടെ ചരിത്രം പാടപ്പെട്ടിട്ടുണ്ട്. ബാബയിൽ നിന്നും സർവ സംബന്ധങ്ങളുടെയും സുഖം എടുക്കുകയും മഗ്നമായിരിക്കുകയും ചെയ്യുക, അഥവാ സർവ സംബന്ധങ്ങളുടെയും സ്നേഹത്തിൽ ലവ്ലീൻ ആയിരിക്കുക. എപ്പോഴാണോ ആരെങ്കിലും അതിസ്നേഹത്തോടെ കണ്ടുമുട്ടുന്നത്, അപ്പോൾ ആ സമയത്ത് സ്നേഹത്തിൻ്റെ കൂടിക്കാഴ്ചയുടെ വാക്കുകൾ ഇതായിരിക്കും: ഒരാൾ മറ്റൊരാളിൽ ലയിച്ചു, അല്ലെങ്കിൽ രണ്ടുപേരും ചേർന്ന് ഒന്നായി എന്ന്. അപ്പോൾ ബാബയുടെ സ്നേഹത്തിൽ ലയിച്ചു എന്നാൽ ബാബയുടെ സ്വരൂപമായി മാറി എന്നർത്ഥം. ഓം ശാന്തി. മെഡിറ്റേഷൻ. സാകാര ദേഹവും അതിലെ ചൈതന്യമായ ഞാൻ ആത്മാവാകുന്ന ബീജവും തികച്ചും വേറെയാണ് എന്ന അനുഭവത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഒരു ബാബ മാത്രം പ്രിയമായി തോന്നുന്ന
ഈ വേറിട്ട അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ സഹജമായി തന്നെ എൻ്റെ ആത്മഗ്രഹമായ പരമധാമത്തിൽ എത്തിച്ചേരുവാൻ എനിക്ക് സാധിക്കുന്നു. അഗാധമായ ശാന്തതയും മധുരമായ നിശബ്ദതയും നിറഞ്ഞ പരമധാമത്തിൽ ഒരു സൂക്ഷ്മ പ്രകാശ ബിന്ദുവായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. പ്രീതബുദ്ധിയായി ബീജരൂപനായ ബാബയുടെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. സർവ മംഗളകാരിയായ ബാബയിൽ മനസ്സ് മഗ്നമാകുമ്പോൾ പൂർവ കർമ്മ കണക്കുകളുടെ വിസ്താരങ്ങൾ സമാപ്തമാവുകയാണ്. ഈ ദിവ്യവും അലൗകികവുമായ പരമാത്മാ സംഘത്തിൻ്റെ അലൗകിക അനുഭൂതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാ സംഘം എൻ്റെ ആത്മജ്യോതിയെ കൂടുതൽ പ്രകാശിപ്പിക്കുന്നു. പരമാത്മാ പവിത്രതയുടെ തിളക്കം ആത്മാവിൽ നിറയുന്നു. ഞാൻ സുഖ ശാന്തിയുടെ അലകളിൽ ആറാടുന്നു. ഈ ആത്മസംതൃപ്തിയുടെ അവസ്ഥയിൽ സ്മൃതി സ്വരൂപ സ്ഥിതിയിൽ സാകാര ദേഹമാകുന്ന രഥത്തിലേക്ക് സാരഥിയായി ഞാൻ മടങ്ങി വരുന്നു. സ്മൃതി സ്വരൂപമായി മസ്തക മധ്യത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ എന്നിൽ നിന്നും പരമാത്മാ ശാന്തിയുടെയും സുഖത്തിൻ്റെയും അലൗകിക കിരണങ്ങൾ വ്യാപിക്കുന്നു. अपना वतन सारे जहां से अलग है, जहां जन जन में